കഴിഞ്ഞ ദിവസം യുക്രൈനിലെ കീവിൽ തീമഴ പെയ്യിച്ച ശേഷം റഷ്യ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ച് കീവിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ട് കഴിഞ്ഞ ശേഷം ഇപ്പോഴിതാ റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയെ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യുക്രൈൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം 400 യുക്രൈൻ ഡ്രോണുകൾ റഷ്യൻ തലസ്ഥാനത്തെ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മോസ്കോയിലും പരിസര പ്രദേശങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് 400 ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യൻ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ കുറഞ്ഞത് 2 പേർക്ക് പരിക്കേറ്റതായും നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അതിന് തീപിടിച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് വ്യോമ പ്രതിരോധ സേനയും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും മോസ്കോ മേഖലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ചെറുത്തു എന്നും പറയുന്നുണ്ട്. പ്രധാന അനന്തരഫലങ്ങൾ പൊഡോർസ്ക്, ഡൊമോഡൊഡോവോ, ഓഡിൻസോവോ ജില്ല എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോസ്കോ മേഖലയുടെ ഗവർണർ ആൻഡ്രി വോറോബിയോവ് ടെലിഗ്രാം സന്ദേശത്തിന്റെ ആപ്പിൽ ഇങ്ങനെയാണ് എഴുതിയത്. രാത്രി 8:30 പുലർച്ചെ 5 ഇടയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ്. GMT സമയം 5:30, വൈകുന്നേരം 5:30 പുലർച്ചെ 2 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നത്. റഷ്യയുടെ തെക്കൻ സ്ലാവാപോൾ മേഖലയിൽ 3 എണ്ണ ഡിപ്പോകൾക്കും ഇന്ധന സൗകര്യത്തിനും നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞത് കരിങ്കടലിൽ 3 റഷ്യൻ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകളെ ഇടിച്ചിട്ടു റഷ്യ എന്നുള്ളതാണ്. ഞായറാഴ്ച കീവിലും മറ്റ് നഗരങ്ങളിലും റഷ്യ നടത്തിയ ഒരു വലിയ വ്യോമാക്രമണത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിന് തങ്ങൾ തിരിച്ചടിക്കും, അതിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്നുള്ളതാണ് യുക്രൈനും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ പ്രതികാരമാണ് ഈ കണ്ടത്. എന്തായാലും ഒഡേസ തീരത്തുള്ള ചെർണോസ്ക് തുറമുഖ നഗരത്തിലടക്കം റഷ്യ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. റഷ്യ അത് കയ്യേറി കഴിഞ്ഞു. ഇനി ഒഡേസ കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യുക്രൈനെ സമ്പൂർണ്ണമായും ലാൻഡ് ലോക്ക് ചെയ്യാൻ റഷ്യക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ നീക്കം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.